കുഞ്ച് ബിഹാരി ശ്രീഹരിദാസ്. കുറച്ച് ലേറ്റ് ആയില്ല. ഞാൻ 2 ദിവസം മുന്നേ വീഡിയോ ഇടണമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. ഒരു സ്ലൈറ്റ് ത്രോട്ട് ഇൻഫെക്ഷൻ. ഈ ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ ഇവിടെ ചൂട് മഴ അങ്ങനെ വരുന്നു, പിന്നെ പൊടി, അത് കാരണം ശബ്ദം ചിലപ്പോൾ സംസാരിക്കുമ്പോൾ ബ്രേക്ക് ആയാലോ, അത് കാരണം ഞാൻ പിന്നെ ഓക്കെ ആയിട്ട് പറയാമെന്ന് വിചാരിച്ചു. മീരാബായിയുടെ കഥ അല്ലേ, കുറച്ചും കൂടി ഉണ്ട് കേട്ടോ, പെട്ടെന്ന് തീരില്ല. ഇനിയും ഉണ്ട്. ഇനി നീതിവനത്തിലേക്കൊക്കെ പോകണ്ടേ, വൃന്ദാവനത്തിൽ പോകണം, അത് കഴിഞ്ഞ് ദ്വാരകയിലേക്ക് പോകണം. അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത് മീരാബായിനെ അപായപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് ഇനി ആര്, വിക്രമും ഊദാബായും എല്ലാവരും ഓരോ പ്ലാനുകൾ ഇടാണ്. അതിലൊരു പ്ലാൻ, എല്ലാ പ്ലാനും അവർ തോൽക്കും, അതിലൊരു പ്ലാൻ കഴിഞ്ഞു, ഇനി അടുത്തത് പ്ലാൻ ചെയ്യാണ്. ഇതിലൊന്നും ഇനി ശരിയാവുന്നില്ലെങ്കിൽ നമുക്ക് വലിയ വനത്തിലുള്ള മൃഗത്തിനെ കൊണ്ട് മീരാബായിനെ അപായപ്പെടുത്താം എന്നുള്ള ഒരു പ്ലാൻ കൊണ്ടുവരാണ് കേട്ടോ. അതായത് സിംഹം, ലയൺ, സിംഹത്തിനെ കൊണ്ടുവരാം. അതായത് ഇവര് രാജാക്കന്മാരാണല്ലോ, അപ്പൊ വേട്ടയ്ക്ക് പോവാനും ഇതിന് വേണ്ടിയിട്ടുള്ള അസിസ്റ്റൻസും സേവകരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ എല്ലാം ഇവർക്ക് എന്താ ബ്ലിങ്കിറ്റ് പോലെ വരും, എന്ത് വിചാരിച്ചാലും നടക്കും. അപ്പൊ ഈ രാജാവായ നമ്മളുടെ വിക്രം പറയാണ് ആരോട്, ഊദാബായും എല്ലാവരും പ്ലാൻ ചെയ്യാണ്, ഇനി നമുക്ക് മീരനെ അപായപ്പെടുത്താൻ നോക്കാം. അത് വളരെ ശക്തമായിട്ട് നോക്കണം. അതായത് യൂഷ്വലി ഉള്ള രീതികളിൽ പറ്റില്ല, കാരണം മീര എങ്ങനെയൊക്കെയോ രക്ഷപ്പെടുന്നു. ഇത് കുറച്ചും കൂടി ഹാംഫുൾ ആയിട്ട് നോക്കാം. അതിന് നമുക്ക് കാട്ടിൽ നിന്നും ഒരു സിംഹത്തിനെ ഇറക്കാം. അപ്പൊ സിംഹത്തിനെ കൊണ്ടുവരുന്നത് നമുക്ക് അതിനുള്ള സേവകരെയും മറ്റേ ഈ ഇതിനെ വേട്ടയാടാൻ പോകുന്ന ആളെയൊക്കെ ഏർപ്പാടാക്കി ഇതിനെ പിടിച്ച്, അതും നല്ല ദേഷ്യമുള്ള സിംഹം. അതായത് അതിനെ എടുത്തുകൊണ്ട് വരുമ്പോ അതിനൊരു ഇറിറ്റേഷൻ ഉണ്ടാവുമല്ലോ, കാരണം വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന സിംഹമല്ലേ കാടിനുള്ളില്. അപ്പൊ ഇവർക്ക് എല്ലാം അറിയാം, അതിന്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അറിയാം. അപ്പൊ ഇതില് എന്താ പ്രഗത്ഭനായ ഒരാളെ കൊണ്ടുവന്നിട്ട് എങ്ങനെയെങ്കിലും ഒരു കവറൊക്കെ ചെയ്ത് ഈ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്ന് ഇതെല്ലാം നമ്മുടെ ആൾക്കാരെയൊക്കെ അറിയിക്കണം, കാരണം അവരൊക്കെ സേഫ് ആയിട്ടിരിക്കണം. മീര മാത്രം അറിയണ്ട, ബാക്കി എല്ലാവരെയും, മീരയുടെ സഖിമാര്, കാരണം ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അവർ എസ്കേപ്പ് ചെയ്യുമല്ലോ, സഖിമാര് പറഞ്ഞു കൊടുക്കും. അതുകൊണ്ട് നമ്മളെല്ലാം പ്രൊട്ടക്ഷൻ എടുക്കണം. അതായത് കൊട്ടാരത്തിലേക്ക് സിംഹത്തിനെ അഴിച്ചുവിടാൻ പോവാണ്, അതായത് മീരയുടെ മഹളുടെ ഉള്ളിലേക്ക്. അപ്പൊ ഇവരെന്ത് ചെയ്യും, ഇവരുടെ മഹളുടെ സ്ഥലത്തൊക്കെ പ്രൊട്ടക്ഷൻ ചെയ്യും. അതിനായിട്ടുള്ള സജ്ജീകരണങ്ങളൊക്കെ, എന്തൊക്കെയാ സാധനങ്ങൾ വെക്കേണ്ടത് അതൊക്കെ വെച്ച്, വേലി പോലെ ഉള്ളതൊക്കെ, സിംഹം അവരുടെ അടുത്തേക്ക് കിടക്കാതിരിക്കാനുള്ളതൊക്കെ അവർ ചെയ്യും. മീരാ മഹളിന്റെ അടുത്തേക്ക് തുറന്നിടും വാതില്, എന്നിട്ട് ഇവരെല്ലാം പോയിട്ട് ഒളിക്കും. സഖിമാരെ മീരാബായിയുടെ അറിയിക്കില്ല, ഇവരെല്ലാം പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഇരിക്കുന്നു. അങ്ങനെ സിംഹത്തിനെ കൊണ്ടുവരാണ്. സിംഹത്തിനെ കൊണ്ടുവന്ന് ഈ കൊണ്ടുവരുന്ന സമയത്ത് അതിനെ കോലൊക്കെ വെച്ച് നല്ലോണം കുത്തും. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഇറിറ്റേഷൻ വരുമല്ലോ, പ്രൊവോക്ക് ചെയ്യുന്നു. വേദനിക്കുമ്പോൾ അത് ആക്രമിക്കാനുള്ള ശക്തി കൂടും. അതായത് മീരനെ കൊല്ലണം, ഇതാണ് ആഗ്രഹം. അങ്ങനെ പാവം മീര പതിവ് പോലെ മുറിയില് പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കുളിയൊക്കെ കഴിഞ്ഞ് പൂജാദികൾക്കൊക്കെ വേണ്ടി എല്ലാ തട്ടമൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സിംഹത്തിനെ തുറന്നു വിട്ടിരിക്കാം. അങ്ങനെ ഈ സിംഹം മീരയുടെ മഹളിന്റെ മുന്നിലേക്ക് എത്താണ്. എല്ലാവരും പേടിച്ചോടുന്നു. അയ്യോ സിംഹം വരുന്നു പറഞ്ഞ സഖിമാരൊക്കെ മീര മാത്തനെ വിളിക്കുന്നു. മീര കേൾക്കുന്നില്ല, മീര സാബിനെ വിളിക്കുന്നുണ്ട്. അങ്ങനെ മീരയുടെ മുറിയുടെ വാതില് തുറന്നിടുകയാണ് ഇവര്. ചമ്പക്കിലത്തെയും സഖിയൊന്നും ആ സമയത്ത് മീരയുടെ അടുത്തില്ല, അത് കാരണം കണ്ടില്ല അവര്. ഇവരെല്ലാം സേഫ് ആയിട്ടിരുന്നു. മീരയുണ്ട് മീര ഇതൊന്നും അറിയുന്നില്ല. മീര എല്ലാ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ തയ്യാറാക്കി വെക്കുമ്പോ ഇതാ സിംഹം വരുന്നു. സിംഹം മീരയുടെ മുറിയിലേക്ക് കടന്നു ആൻഡ് ശബ്ദം ഉണ്ടാക്കാണ്. പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോ മീര മുന്നിലെ സിംഹം. മീരയ്ക്കാണെങ്കിൽ സന്തോഷം കൊണ്ട് കണ്ണുനീര്, ആനന്ദാശ്രു വരുന്നു. അതായത് മീരയ്ക്ക് ഇത് വന്നിരിക്കുന്നത് നരസിംഹമാണ്, ഭഗവാനാണ്. നോക്കൂ, എല്ലായിടത്തും ഭഗവാനെ കാണുന്ന ഒരാള്, എല്ലാത്തിലും ഭഗവാനെ കാണുന്ന ഒരാൾക്ക്, സദാ ഭഗവത് ചിന്തനയുള്ള ഒരാൾക്ക് കാണുന്നതെല്ലാം ഭഗവാനല്ലേ. മീരയുടെ മുന്നിലെ നരസിംഹ ഭഗവാനാണ് എത്തിയിരിക്കുന്നത്. മീരയ്ക്ക് എന്തെന്നില്ലാത്ത സന്തോഷം, കണ്ണ് നിറയാണ്.
നരസിംഹ നീ വന്നോ എന്റെ അടുത്തേക്ക് എന്ന് പറഞ്ഞു മീര ആനന്ദത്തിൽ പോകുന്നു സിംഹത്തിന്റെ അടുത്തേക്ക്. സിംഹ ആണെങ്കിലും മീരേനെ നോക്കാണ്. വേഗം മീര ആ തട്ടത്തിലുള്ള പൊട്ടെടുത്ത് സിംഹത്തിന്റെ നെറ്റിയിലേക്കാ ചാർത്തി. മീര സിംഹം അനുസരണയുള്ള പൂച്ചക്കുട്ടി പോലെ നിൽക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഓ മാല വേണം, നോക്കൂ ഭഗവാൻ എൻ്റെ അടുത്ത് വന്നതാ, ഞാൻ എന്താ നോക്കി നിൽക്കുന്നേ പറഞ്ഞ് മീര കയ്യില് ഗിരിധാരിക്ക് വേണ്ടി എടുത്ത് വെച്ച മാല എടുത്ത് സിംഹത്തിന് വിട്ടുകൊടുത്തു. എന്നിട്ട് ഇനി ആരതി ചെയ്യാം, ഭഗവാൻ വന്ന നമുക്ക് സംസാരമൊക്കെ പിന്നെ ആവാം, ബാക്കി ആരതി ചെയ്യട്ടെ പറഞ്ഞ് സിംഹത്തിന് ആരതി ചെയ്യുന്നു. സിംഹം ഇതൊക്കെ സന്തോഷത്തോടെ അക്സെപ്റ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നു മീരയുടെ മുന്നിൽ. എന്നിട്ട് മീര പോയി കെട്ടിപ്പിടിക്കാണ്. കാരണം ഭഗവാനാണ് മീരയ്ക്ക്, നരസിംഹ ഭഗവാൻ വന്നു. സിംഹം അനങ്ങാതെ പൂച്ചക്കുട്ടി പോലെ ഇരിക്കുന്നു. തലയൊക്കെ ഇട്ടാട്ടി മീര അവിടെ ഇരിക്കുകയാണ്. ഇനി സംസാരിക്കാൻ പോവാണ് മീര സിംഹത്തിനോട്. നരസിംഹ ആരതിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, എനിക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട് പറഞ്ഞിട്ട് മീര ഇരിക്കുന്ന പോലെ സിംഹവും ഇരുന്നു. എന്നിട്ട് കാല് നീട്ടി വെച്ചിരിക്ക, കാലിലൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞു കൊടുക്കാണ് കേട്ടോ മീര. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്, ഞാൻ വിചാരിച്ചില്ലല്ലോ ഇപ്പൊ വരുമെന്ന് മീര ചോദിക്കാം സിംഹത്തിനോട്. എനിക്കിവിടെ അത്ര കഷ്ടതകളൊന്നും ഇല്ല സിംഹത്തിനോട് പറയാണ്. പ്രഹ്ലാദന്റെ പോലെ കഷ്ടതകൾ എനിക്കുണ്ടോ, പാവല്ലേ മീര, എന്തോരം ദുഃഖം അനുഭവിക്കുന്നത്. എന്നിട്ട് പറയാ പ്രഹ്ലാദന്റെ പോലെ കഷ്ടതയൊന്നും എനിക്കില്ല, എന്തിനാ ഇത്ര പെട്ടെന്ന് വന്നത്, ഇത്ര ബുദ്ധിമുട്ടിയിട്ട്, എന്നെക്കാട്ടും കഷ്ടതകൾ അനുഭവിക്കുന്നവരുണ്ടാവില്ലേ, അവരുടെ അടുത്ത് പോവായിരുന്നില്ലേ നരസിംഹ എന്നൊക്കെ പറയുമ്പോ തലയാട്ടുന്നു. അവിടെ കാലൊക്കെ നീട്ടി വെച്ച്. അപ്പൊ ഈ ജനലിൽ കൂടെ ഈ നടക്കുന്നതൊക്കെ കാണുകയാണ് ആര്, മീരയുടെ മുറിയുടെ അകത്ത് ഈ സിംഹം കയറിയ വശം ഇവര് ഈ വാതിലടയ്ക്കുന്നു. അപ്പൊ മീര ലോക്ക്ഡൌൺ ആക്ച്വലി. അപ്പൊ ഇവര് ജനലയിൽ കൂടെ ഇതൊക്കെ കാണാണ് ആര്, ഈ അവിടെ നിൽക്കുന്ന സേവകരും സഖിമാരും. അതില് വിക്രമിന്റെ ഉണ്ട്, നമ്മുടെ മീരയുടെ ഉണ്ട്. ഇവർക്കൊക്കെ അതിശയം. മീര സിംഹത്തിനോട് സംസാരിക്കുന്നു, തിലകം ചാർത്തി കൊടുത്തു, ആരതി ചെയ്തു. സിംഹമാണെങ്കിൽ പൂച്ചക്കുട്ടി പോലെ ഇരുന്ന് മീര പറയുന്നതൊക്കെ കേട്ട് പെട്ടെന്ന് അപ്പൊ ഇവർക്കൊരു ഐഡിയ തോന്നാ വിക്രമിന്റെ ആൾക്കാർക്ക്, ഒന്ന് വില കോലോ എന്തെങ്കിലും എടുത്തിട്ട് ഇതിനെ ഒന്ന് എറിയേ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ദേഷ്യം വരുമല്ലോ. അപ്പൊ ഇവര് അതിനെ ഒന്ന് പ്രൊവോക്ക് ചെയ്യാൻ നോക്കുന്നു. അപ്പൊ സിംഹം എന്ത് ചെയ്യുന്നു, ഇവരുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ അലറുകയാണ് കേട്ടോ സിംഹം, സിംഹത്തിന്റെ യഥാർത്ഥ സ്വഭാവം കാണിക്കുക. അപ്പൊ മീര പറയും, എന്താ നരസിംഹ അനങ്ങാതിരിക്കൂ, എന്തിനാ ദേഷ്യപ്പെടുന്നത്, അതൊക്കെ അവിടുത്തെ മക്കൾ തന്നെയല്ലേ എന്ന് പറയാണ് കേട്ടോ. എന്തിനാ ഇത്രയ്ക്ക് ദേഷ്യം, അതൊന്നും വേണ്ട. അപ്പൊ ഇതൊക്കെ കേട്ട് നരസിംഹം തലയാട്ടിക്കൊണ്ടിരിക്കുന്നു. സോറി സിംഹം, മീരയ്ക്ക് ഭഗവാനാണല്ലോ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഇനി മതി എന്ന് പറഞ്ഞ് പൊക്കോളൂ, എനിക്കിവിടെ ഒരു കുഴപ്പമില്ല, ഞാൻ സന്തോഷമായിട്ടിരിക്കാണ് കേട്ടോ, എനിക്ക് ഒരു വേദനയില്ല, എനിക്ക് അവിടുത്തെ ദർശനം തന്നില്ലേ പറഞ്ഞ് നമസ്കരിച്ച് സിംഹം വന്ന വഴിയെ തിരിച്ചു പോകുന്നു. വന്ന വഴിയെ തിരിച്ചിറങ്ങി എവിടെ നിന്നാണോ കൊണ്ടുവന്നേ അവിടേക്ക് പോയി. ഇതെല്ലാം കണ്ടു നിൽക്കുന്ന പ്രജകളും സഖിമാരും സേവകരും വിക്രമും ഊദാബായിക്കൊക്കെ അത്ഭുതം. സിംഹം മീരാബായിനെ കണ്ട് മീരാബായി പറയുന്നതും കേട്ട് അവിടെ ഇരിക്കുന്നു. അപ്പൊ ഈ മീര ആരാ, ഇത് ഭക്തിയുടെ മഹത്വം. മീര കാണുന്നതിലൊക്കെ ഗിരിധാരിനെയും ഭഗവാനെയോ കാണുന്നത്. മീരയ്ക്ക് ഒന്നിലും ഭയമില്ല, കാരണം ഭക്തിയിൽ ഉറച്ചിരിക്കുന്നു. എന്റെ ഭഗവാനാണ് ഏത് രൂപത്തിലും എൻ്റെ അടുത്ത് വരിക, ഏത് ഭാവത്തിലും ഭഗവാനാ വരിക. എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ ഭഗവാൻ ഉണ്ട്, എനിക്ക് ദുഃഖം ഉണ്ടാവില്ല, ഉണ്ടായാൽ തന്നെ അതിൽ നിന്ന് സംരക്ഷിക്കാൻ ഭഗവാൻ അറിയാം. എങ്ങനെയാണോ വ്രജവാസികള് ഓരോ പ്രതിസന്ധി വരുമ്പോഴും, ഒബ്വിയസ്ലി മീര വ്രജഗോപിയാണ്. പൂർവജന്മത്തില് ഗോവർദ്ധന മഴ പെയ്യുന്ന സമയത്തും ഓരോ അസുരന്മാര് വരുന്ന സമയത്തും ഇവർക്ക് വിഷമമില്ല, ഇവർക്ക് പേടിയില്ല. ആ സമയത്ത് ഇവര് പേടിക്കെങ്കിലും ഭഗവാന്റെ അടുത്തേക്ക് ഓടി. ഭഗവാന്റെ അടുത്ത് പറഞ്ഞ ഇവർക്ക് പേടിയില്ല, ഭഗവാൻ സംരക്ഷിക്കും എന്നുള്ളത് ഇവർക്കറിയാം. വ്രജവാസികൾക്ക് കൃഷ്ണനിൽ അത്ര വിശ്വാസവും ഉറപ്പും ഉണ്ടായിരുന്നു. മീര വന്നത് എന്റെ നരസിംഹം ഭഗവാൻ എന്നെ കാണാൻ വന്നു, ഈ ചിന്തയിൽ ആരതി ചെയ്ത് മീര അതിനെ നേരിട്ടു. ഇത് കണ്ടപ്പോ ഇവർക്ക് ആകെ ഡിസ്റ്റർബൻസ് ആയി. ഇതിലും ഇവർക്ക് വിജയിക്കാൻ പറ്റിയില്ല. മീര ഇതിൽ നിന്നും രക്ഷപ്പെട്ടു. ഇനി എന്ത് ചെയ്യും, ഇനി മീരനെ അപായപ്പെടുത്താൻ അടുത്തത് എന്താ ചെയ്യാന്ന് ഇവർ ആലോചിക്കുക. കാരണം മൃഗങ്ങളെ കൊണ്ടോ അല്ലെങ്കിൽ എന്തുകൊണ്ടും ഇവളെ തളർത്താൻ പറ്റുന്നില്ല. അപ്പൊ ഇനി എന്താ ചെയ്യാ, മാനസികമായിട്ട് തളർത്താം അല്ലെ.
എന്താ അല്ലാത്തതിൽ പേടിക്കാത്ത ഒരാളെ ഭയം, പേടി ഉള്ളില് തട്ടിക്കഴിഞ്ഞാൽ ഇവള് തളർന്നിരിക്കും. അപ്പോ അവിടെ ഒരു ഭൂത് ബംഗ്ലാവ് ഉണ്ട്, അതായത് ഒരു പ്രേതങ്ങളുടെ ഒരു ആലയമുണ്ട്. അവിടെ അവിടെ ആരും പോയില്ല, അതായത് അവിടെ നിറയെ ദുരാത്മാക്കൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇവൻ അവിടുത്തെ ലോക്കൽസ് പോലും ആ സൈഡിൽ പോവാറില്ല. അപ്പോൾ ഇവര് പ്ലാൻ ചെയ്യാണ് എങ്ങനെയെങ്കിലും മീരേനെ അതിൻ്റെ ഉള്ളിൽ എത്തിക്കാം, അതായത് രാത്രി എത്തിക്കണം. എത്ര ഭക്തി ഉണ്ടെന്ന് പറഞ്ഞാലും എത്ര ധൈര്യം ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു സ്ത്രീ രാത്രി ഒരു ബംഗ്ലാവിന്റെ, അതും ഒരു ഭൂതപ്രേതങ്ങളൊക്കെ ഉള്ള ബംഗ്ലാവിന്റെ ഉള്ളിലെ തനിയെ കിടക്കുമ്പോൾ എന്തായാലും അവൾ പേടിക്കും, ഭയക്കും. അവൾക്ക് സമനില തെറ്റിയ അല്ലെങ്കിൽ അവൾക്ക് അതിൽ നിന്നും മരണം വരെ സംഭവിക്കാം. പക്ഷെ ഒറ്റയ്ക്കായിരിക്കണം. ആ ചമ്പക്ലത എപ്പോഴും മീരയുടെ കൂടെ ഉണ്ട്. അവളെ എങ്ങനെയെങ്കിലും മാറ്റണം, ഒറ്റയ്ക്ക് മീരനെ കൊണ്ടുപോകണം എന്ന് ഇവർ പ്ലാൻ ചെയ്യുന്നു. അപ്പൊ പ്ലാൻ സിയിലേക്ക് എത്തിയിട്ടോ. അങ്ങനെ മീരനെ കൊല്ലാനുള്ള അടുത്ത പ്ലാൻ, എങ്ങനെയെങ്കിലും പ്രേതത്തിന്റെ ബംഗ്ലാവിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ഇത് എങ്ങനെ പ്രസന്റ് ചെയ്യണം, മീരോട് പറയാം. അതായത് ഇത് പറയാൻ പോകുന്നത് രണ്ടാനമ്മയാണ്. എങ്ങനെയെങ്കിലും മീര എനിക്കിത് കാണാൻ മോഹം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോകാൻ പോകുന്നത്. അതായത് മീരയുടെ അടുത്ത് പോയി പറയും. അപ്പൊ സഖികളൊക്കെ കൂടെ ഉണ്ട്, നമ്മുടെ ചമ്പക്ലത സഖിയും എല്ലാവരും ഉണ്ട്. ഇവിടെ ഒരു ഭൂത് ബംഗ്ലാവ് ഉണ്ട്, അവിടെ എല്ലാവർക്കും ഭയാണ് മീര. പക്ഷെ എനിക്കൊരു കൗതുകം അവിടെ എന്താണെന്നൊന്ന് അറിയാൻ. മീര എൻ്റെ കൂടെ വരൂ എന്ന് ചോദിക്കാണ്. അതായത് ഉള്ളിലേക്ക് അവിടെ ചെല്ലുന്നു, ഉള്ളിൽ മീരേനെ ആക്കി ഡോർ ലോക്ക് ചെയ്യുക, എന്നിട്ട് ഇവര് തിരിച്ചു വരിക. ചമ്പക്ലത സഖിക്ക് കാര്യം മനസ്സിലായി. പാവം മീരയ്ക്ക് ഒന്നും മനസ്സിലാവില്ല കേട്ടോ. ഇവരെങ്ങനെ അപായപ്പെടുത്തിയാലും മീര എല്ലാവരിലും നല്ലതേ കാണുള്ളൂ. മീരയ്ക്ക് ഇവർ അപായപ്പെടുത്താൻ വരുന്നവരാണെന്നോ ഇവര് തെറ്റ് ചെയ്യാൻ അതൊന്നും മീരയ്ക്ക് അറിയില്ല. ഭക്തിയുടെ ലോകത്തിരിക്കുകയാണ്. കൃഷ്ണനിൽ സദാ മനസ്സുറപ്പിച്ച് ഗിരിധാരി 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 നാമം ജപിച്ച് കാണുന്നതിലൊന്നും സംശയോ അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ ചിന്ത പോലും ഇല്ല മീരയ്ക്ക്. എന്താര് പറയുന്നു അവര് നല്ല ചിന്തയോടുകൂടി പറയാന്നാണ് മീരയ്ക്ക് തോന്നുന്നത്. കാരണം പറയുന്നത് മദർ ഇൻ ലോ കൂടെയാണ് അല്ലെ, ഭോജരാജിന്റെ അമ്മ കൂടെയാണ്, ഡയറക്റ്റ് അല്ല സെക്കൻഡ്. അങ്ങനെ വന്ന് എനിക്കൊരു മോഹം ഉണ്ടെന്ന് പറയാ. അപ്പൊ ചമ്പക്ലത സഖി പറയും, മീര അവിടെ മീര സാബ് അവിടെ പോണ്ട, അവിടെ ഇങ്ങനെ ഭൂതം ഇതൊക്കെ ഉള്ളതാണെന്നാ പറയണേ, അവിടെ പോണ്ട, അത് രാത്രി എന്തിനാ പോണെന്ന് പറയണേ, അങ്ങനെ മോഹം ഉണ്ടെങ്കിൽ കാലത്ത് പോയാ പോരെ. എന്താ ചമ്പക്ലത ഇങ്ങനെ സംശയിക്കുന്നതെന്ന് ഈ നമ്മളുടെ എന്താ പറയാ മദർ ഇൻ ലോ ചോദിക്കാണ്. ഞങ്ങൾ ഇത്രയും വിശ്വാസമില്ലേ, മീരയ്ക്ക് രാത്രിയാണ് ഒഴിവുള്ളത്, കാരണം ഗിരിധാരി പൂജയൊക്കെ ചെയ്ത് അതുകൊണ്ട് രാത്രി വരാൻ പറഞ്ഞത്. എന്താ ഞങ്ങളുടെയും കൂടി മരുമകളല്ലേ ഇത്, എന്താ ഞങ്ങളെ വിശ്വാസമില്ലേ ചമ്പക്ലതയ്ക്ക് എന്ന് ചോദിക്കാണ്. അതായത് ചമ്പക്ലത സഖിക്ക് കാര്യം മനസ്സിലായി. മീര പറഞ്ഞു, നോക്കൂ സഖി വിഷമിക്കണ്ട, അമ്മക്ക് മോഹമുള്ള കാരണല്ലേ, നമുക്ക് രാത്രി പോവാം, അത് കുഴപ്പമില്ല എന്ന് പറയാണ്. സഖി വരണ്ട, ചമ്പക്ലതേനെ കൊണ്ടുപോയില്ല, അവിടുന്ന് ഇവിടെ നിന്നാ മതി, എന്റെ മരുമകളെ എനിക്ക് കൊണ്ടുപോയിക്കൂടെ എന്ന് പറഞ്ഞ്. അപ്പൊ മീര പറയും, വേണ്ട ഞാൻ അമ്മയുടെ കൂടെ പൊക്കോളാം എന്ന് പറഞ്ഞ് മീരേനെയും കൂട്ടിയിട്ട് ഇവര് ഭൂത് ബംഗ്ലാവിലേക്ക് പോവാണ്, ആ പ്രേതങ്ങളൊക്കെ ഉള്ള ബംഗ്ലാവിലേക്ക് രാത്രി. അങ്ങനെ രാത്രിയായി. ആ ബംഗ്ലാവിന്റെ ഇവർക്ക് പേടിയുണ്ട്, ഇവരുടെ കൂടെ പിന്നിലെ കുറച്ച് ആൾക്കാരൊക്കെ വരുന്നുണ്ട് പേടിയായിട്ട്. ആൻഡ് ഇവര് പോയി അവിടെ എത്തി ഉള്ളിൽ മീര ആയി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇവര് ഡോർ അടച്ചിട്ട് ഇവര് തിരിച്ചു വരാണ്. പുറത്ത് സേവകര് നിൽക്കുന്നുണ്ട്, ഇവര് പോയി. ആൻഡ് അന്നത്തെ ദിവസം വീട്ടിലെത്തി. ചമ്പക്ലത സഖി ചോദിക്കുമ്പോ താഴെ നിന്ന് ചോദിക്കുമ്പോ എത്തി എന്നാണ് ഇവര് പറയാ. ആക്ച്വലി സഖി കണ്ടിട്ടില്ല മീരാബായിനെ. ആൻഡ് അന്ന് രാത്രിയാണല്ലോ. അങ്ങനെ ഭൂത് ബംഗ്ലാവില് മീര ഒറ്റയ്ക്ക്, ഉള്ളിലാണെങ്കിൽ അനേകായിരം ആത്മാക്കളുണ്ട്. ഇതൊക്കെ ഉള്ളതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരി, ദുരാത്മാക്കൾ, അവരുടെ കർമ്മം, അവർ ചെയ്തത് കുറെ ദുഷ്ടതകളും, ചിലവരൊക്കെ എന്താ പറയാ അതിനു മുന്നേ മരണപ്പെടുന്നു ദുർമരണമായിട്ടും, അല്ലാത്ത പക്ഷം തെറ്റുകൾ ചെയ്തും. അപ്പൊ ഇവർക്കൊന്നും ഗതി കിട്ടാതെ, അല്ലെങ്കിൽ നമുക്ക് ദുന്ദുകാരിയുടെ കഥ അറിയാം ഭാഗവതത്തില്. അപ്പൊ ഇവർക്കൊന്നും ഗതി കിട്ടിയിട്ടില്ല, കാരണം ഇവർ അത്രയും കണ്ട് ക്രൂരത ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഇവരിങ്ങനെ ഡിസ്റ്റർബ്, ഇങ്ങനെ ഗതി ഇല്ലാതെ ഇതിനകത്ത് ഇങ്ങനെ പറന്ന് നടക്കുന്നു, അങ്ങനെ സങ്കല്പിക്കുക. ഇവർക്ക് രൂപമൊന്നും ഇല്ല. അപ്പൊ ശബ്ദം കേൾക്കുന്നുണ്ട്,
മീര അതിനുള്ളിൽ പോകുമ്പോൾ വിവിധമായ ശബ്ദങ്ങളാ, പേടിക്കുന്ന ശബ്ദം, കൂരി ഇരുട്ടും, നല്ല ഇരുട്ടാണ്. ഒരു പോസിറ്റീവ് എൻവയോൺമെന്റ് അല്ല, കാരണം ഇവരൊന്നും നല്ല ആത്മാക്കളല്ലല്ലോ. അങ്ങനെ ചിലത് കരയുന്നു, ചിലതിനാണെങ്കിൽ താപം, ഇങ്ങനെ വിഷമിച്ചും കരഞ്ഞും അങ്ങനെയൊക്കെ അലഞ്ഞു നടക്കുമ്പോ മീര ചോദിക്കും, എന്തിനാ നിങ്ങൾ വിഷമിക്കുന്നത്, എന്താ നിങ്ങൾക്കെന്ന് ചോദിക്കുമ്പോ മീര ഇനി ആത്മാക്കളായിട്ട് സംസാരിക്കാൻ കേട്ടോ. മീരയ്ക്ക് പേടിയില്ല, ഭഗവാൻ കൂടെ ഉള്ളപ്പോ മീര ഗിരിധാരിയില് ഉറച്ചൊരു ഭക്തയാണ്. ഭഗവാനിൽ സറണ്ടറായ മനസ്സർപ്പിച്ച ഒരു പരിശുദ്ധ ഭക്തിയാണ് മീര. അപ്പൊ ഈ ആത്മാക്കൾ പറയാണ്, വിവിധ തരങ്ങളിലായ പാവങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ബലം ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ശരീരം വിടുമ്പോഴാണല്ലോ ഇതിന്റെ കുറ്റബോധവും എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലാവുക. അതായത് നമ്മളുടെ ഉള്ളിൽ മനസാക്ഷി പറഞ്ഞൊരു സംഭവം ഉണ്ട് അല്ലെ. ആ സമയത്ത് നമുക്കറിയാം, അതായത് നമ്മൾ തെറ്റുകൾ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ അറിയാം ഈ ചെയ്യുന്നത് തെറ്റാണെന്ന്. എന്നിട്ടും നമ്മൾ ചില തെറ്റുകളൊക്കെ ചെയ്യും. ആൻഡ് ഇത് സബ് കോൺഷ്യസ് മൈൻഡിൽ ഇത് ഉണ്ടാവും. ഇതിന്റെയൊക്കെ കർമ്മം ശരീരം വിട്ടുകഴിഞ്ഞ് നമ്മളിത് അനുഭവിക്കുമ്പോൾ നമ്മളിത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. ചിലതൊക്കെ പർപ്പസ്ഫുള്ളി ചെയ്യുന്നതുണ്ട്, വേണമെന്ന് വെച്ച് ചെയ്യുന്നവരും ഉണ്ട്. എന്നിരുന്നാലും എങ്ങനെയൊക്കെയോ ചെയ്യുന്ന പാപങ്ങൾ, ഇപ്പൊ നമ്മുടെ ഗരുഡ പുരാണത്തിലൊക്കെ ഇതിന്റെ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്, ഓരോ പാപത്തിനും എന്ത് ശിക്ഷ. സീത നോക്കൂ, നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം നമ്മളത് അനുഭവിച്ചിരിക്കും. അല്ലാതെ കണ്ട് നമ്മൾ ഈ ഇവിടുന്ന് പോയില്ല അല്ലെ. എന്ത് പാപം നമ്മൾ ചെയ്താലും നമ്മൾ അതിന്റെ ഫലം അനുഭവിക്കും. അതിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്താൻ ആർക്കും പറ്റില്ല. ശരി, നമുക്ക് നാമം ജപിക്കാം, പ്രാർത്ഥിക്കാം, എല്ലാം ചെയ്യാം, അതിന്റെ കാഠിന്യം കുറയ്ക്കാം, പക്ഷെ നമ്മൾ ചെയ്തതിന്റെ ഫലമുണ്ടല്ലോ. അപ്പൊ ഇവിടെ ആത്മാക്കൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ഗതി കിട്ടാതെ അലയുന്നു. അപ്പൊ മീരയ്ക്ക് മനസ്സിലായി, ഇനി ഇവരെ രക്ഷപ്പെടുത്തണം. എന്റെ ഗിരിധാരി, ഒരു കാര്യം കൂടി പറയട്ടെ. ഭഗവാനെ പ്രാർത്ഥിക്കുന്ന മീര പറയാണ്, നിങ്ങളെക്കാട്ടും ശക്തിയാണ് എൻ്റെ ഭഗവാന്. അതായത് ഇതൊക്കെ ഉണ്ടോന്ന് ചോദിച്ചാൽ, ആത്മാക്കൾ ഇവരുടെ പ്രശ്നങ്ങളും ഇങ്ങനെ ഗതി സംഭവങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഇതിലും വലുതാണ് നമ്മുടെ ഭഗവാൻ എന്നുള്ളത് മനസ്സിലാക്കുക. അതായത് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ ചെയ്ത തെറ്റിന്റെ ഫലം നമ്മുടെ ശരീരമുള്ളപ്പോൾ അനുഭവിക്കുന്ന കാര്യം. അതായത് നാഭം ജപിച്ച നമ്മുടെ കാഠിന്യങ്ങൾ, നമ്മൾ പല കർമ്മബലത്തിൽ കൂടെ കടന്നു പോകുന്നു, അത് ശരീരത്തിലുള്ള കാര്യമാണ് പറഞ്ഞത്. ശരീരം വിട്ടുകഴിഞ്ഞാലുള്ള കാര്യമാണ് ഞാനിപ്പോ. അതായത് നമുക്ക് 2 ശരീരം ഉണ്ട്, അറിയാം, സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം അല്ലെ. നമ്മൾ ഈ സ്വപ്നമൊക്കെ കാണുന്നത് സൂക്ഷ്മ ശരീരമാണ്, അതിനകത്താണ് ആത്മാവ്. ഇതൊക്കെ അറിയാം, അതിൽ കൂടുതൽ പോകുന്നില്ല. സ്ഥൂല ശരീരം നമ്മുടെ ഈ ബോഡി, സൂക്ഷ്മ ശരീരം നമുക്ക് കാണാൻ പറ്റുന്നതല്ല. അപ്പൊ ഈ താപങ്ങളും ഈ വിഷമങ്ങളും ഈ പ്രേതാത്മാക്കൾക്ക് വന്നു. ഈ ആത്മാക്കൾ ഈ അനുഭവിക്കുന്ന വേദനയെ, അവര് ചെയ്ത പാപങ്ങള്, അവരെത്ര ദുഷ്ടജന്മങ്ങളായാലും അവരെക്കാട്ടും ശക്തരാണ് നമ്മുടെ ഭഗവാൻ, ശക്തിയാണ് എൻ്റെ നാരായണൻ എന്നാണ് മീര പറയുന്നത്. നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളുടെ എന്ത് പാപമായാലും അതിനെയൊക്കെ പരിഹരിക്കാനും അതിനെയൊക്കെ ഓവർകം ചെയ്യാനുള്ള ശക്തി എൻ്റെ നാരായണൻ, എൻ്റെ ഗിരിധാരിക്കുണ്ട്. എൻ്റെ ഗിരിധാരി ഇതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കുമെന്ന് ഉറപ്പിച്ച് പറയാം. നമുക്കറിയാം, പണ്ട് കുറൂരമ്മ പറഞ്ഞത്, വയറുവേദന വന്ന കഥയില്ലേ, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. വയറുവേദന വന്ന ഒരു ബ്രാഹ്മണനോട് പറയില്ലേ, അത് മാറിക്കോളും. കുറൂരമ്മ പറഞ്ഞ ഭഗവാന് കേൾക്കാതിരിക്കാൻ പറ്റുമെന്ന് നമ്മൾ ചോദിക്കാം അല്ലെ. ഇവിടെ മീര പറയാണ്, എൻ്റെ ഭഗവാൻ ഇതിലും ശക്തനാണ്, എൻ്റെ ഭഗവാൻ ഇതെല്ലാം മാറ്റാൻ കഴിയും, നിങ്ങളുടെ എന്ത് വിഷമവും എൻ്റെ ഭഗവാന് മാറ്റാന്ന് പറഞ്ഞിട്ട് മീര ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാണ്. അതായത് ദുഷ്ടത നിറഞ്ഞ വലിയ വലിയ പാപങ്ങൾ ചെയ്ത് ഗതി കിട്ടാത്ത ആത്മാക്കൾക്ക് വേണ്ടി മീര ഗിരിധാരി നാമം ജപിച്ച് ഭജന ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇവർക്ക് സദ്ഗതി കൊടുക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ മീര ഇവരോട് പറയുന്നുണ്ട്, നിങ്ങൾ നാമം ജപിക്കാൻ. പക്ഷെ ഇവര് പറഞ്ഞു, ഞങ്ങൾക്ക് നാമമൊന്നും പറ്റില്ല, ബിക്കോസ് അത്രയും കണ്ട ക്രൂരത ചെയ്തിട്ടുണ്ട്. ശരി, മീര അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ച് ഒരു പോയിന്റ് എത്താണ്. ഒരു പോയിന്റ് എത്തുമ്പോൾ ഇവർക്ക് ശ്രവിക്കാൻ പറ്റുന്നു സത്കാര്യങ്ങളൊക്കെ മീരയിൽ നിന്നും. ഈ ദുരാത്മാക്കൾക്ക്, അതായത് ഇവർക്ക് അതിന്റെ പോസിറ്റിവിറ്റി കിട്ടുന്നു. പ്രാർത്ഥിക്കും തോറും ഇവർക്ക് ഇതെല്ലാം പാസ് ചെയ്യുന്നു, ഈ എനർജി എല്ലാം. അങ്ങനെ ഇവർക്ക് നാമം ജപിക്കാൻ തോന്നാണ്. അതായത് നമുക്ക് ദുന്ദുകാരിയുടെ കഥ അറിയാം ഭാഗവതത്തിൽ അല്ലെ. ഭാഗവതം കേൾക്കുന്നത് ഇതേപോലെ ഇവർ കേട്ട് ഇവരുടെ എന്താ പറയാ, നാമം ഒക്കെ വായിൽ വരാൻ തുടങ്ങി ഈ ആത്മാക്കൾക്ക്. അങ്ങനെ എന്ത് സംഭവിച്ചു, നാമം, ഗിരിധാരി നാമം ഇവരും ജപിക്കാൻ തുടങ്ങി ഈ ആത്മാക്കള്. അതായത് അവരുടെ പാപങ്ങളെല്ലാം റെഡ്യൂസ് ചെയ്തു,
എല്ലാം കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് പുണ്യം കൂടി കൂടി പുണ്യമായിട്ട് അവർക്കെല്ലാം, പാപം പുണ്യവും സമാനം നമുക്കറിയാം, എല്ലാം ടാലിയായി പോണം. പക്ഷെ ഇവിടെ അവര് ചെയ്ത പാപങ്ങളെല്ലാം പോയി കഴിഞ്ഞു. അങ്ങനെ ഇവരെന്ത് ചെയ്യുക? ഇവര് ഭഗവത് നാമം ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നു. ഇവരറിയാതെ തന്നെ ഇവരുടെ വായിൽ ഗിരിധാരി നാമം വരുന്നു. അത് വരുമ്പോ എന്ത് സംഭവിക്കുക? ഇവരുടെ താപശരീരമൊക്കെ പോയി കഴിഞ്ഞു, ഇവരുടെ ശരീരം മാറി. എന്നിട്ട് ഇവർക്ക് എന്ത് ശരീരം കിട്ടാൻ തുടങ്ങി? ശ്രദ്ധിച്ചു കേൾക്കാട്ടോ. ഇവർക്ക് സാരൂപ്യമുക്തി, അതായത് ജപിച്ച് 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 ഇവർക്ക് ഭഗവത് ശരീരം തന്നെയാണ് കിട്ടാൻ പോകുന്നത്. സാരൂപ്യ ഭഗവാന്റെ പോലെ തന്നെയായി മാറുന്നു. അത്ര കണ്ട് അവരിരുന്ന് ജപിക്കുന്നു. ജപം വർദ്ധിക്കും തോറും ഇവരുടെ രൂപം അതായത് ഇവർക്ക് എന്ത് സാരൂപ്യം പറഞ്ഞാൽ ഭഗവാന്റെ തന്നെ രൂപം. എന്താണ് വ്യത്യാസം ഉണ്ടാവുക അതില്? ശ്രീവത്സം ഭഗവാന്റെ ലക്ഷ്മി ഉണ്ടാവില്ല, ഭഗവാന്റെ വിശേഷണാദി കൗസ്തുഭം ഇതൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഭഗവാന്റെ ജയ വിജയന്മാരെയൊക്കെ പോലെ നമ്മൾ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ കണ്ടിട്ടില്ലേ, അതേപോലെ ഭഗവാന്റെ സ്വരൂപം കിട്ടാൻ തുടങ്ങി. ഈ ആത്മാക്കളൊക്കെ മാറി. ഇനി അവരങ്ങനെ പറയാൻ പറ്റില്ല, കാരണം അവര് ഭഗവത് സ്വരൂപമായി മാറുന്നു. ആര് കാരണം? മീരാബായി കാരണം. നോക്കൂ, ഇങ്ങനെ ആത്മാക്കളെ മാറ്റി ഭഗവത് സ്വരൂപമാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മീരയുടെ ഭക്തി എത്ര കണ്ട് പരിശുദ്ധാണെന്ന് നിങ്ങൾ ആലോചിക്കുക. എത്ര കണ്ട് ഉയർന്ന തലത്തിലാണ് മീര ഇരിക്കുന്നതെന്ന് ആലോചിക്കുക. അത്രയും ശ്രേഷ്ഠതയുള്ള ഒരാൾക്ക് മാത്രമേ പിശാചുക്കളെയും ഈ ഭൂതങ്ങളെയൊക്കെ മാറ്റാൻ കഴിയുള്ളൂ, അല്ലെ? എത്ര ക്രൂരകൃത്യം ചെയ്തവരെയും മാറ്റാൻ പറ്റും. ആർക്ക്? വൈഷ്ണവർക്കും സജ്ജനങ്ങൾക്കും ഭഗവത് ഭക്തർക്ക് മാറ്റാൻ കഴിയും. അവരുടെ കൂടെ ചേർന്ന ഇവരുടെ ദുഷ്ട ചിന്തകളും വിചാരങ്ങളും എല്ലാം മാറും. അപ്പൊ നിങ്ങൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കും, ഇവരെങ്ങനെയാ മനസ്സിലാക്കുക യഥാർത്ഥ ഭക്തരാണെന്ന്? പരിശുദ്ധ ഭക്തരെ മനസ്സിലാക്കണമെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് കേട്ടോ, ഇല്ല ഇത് തന്നെയാണ്. അവര് സദാ ഭഗവത് വിഷയങ്ങളായിരിക്കും സംസാരിക്കുക. ഇപ്പൊ നമ്മൾ ഒരാളെ കാണാന്ന് വിചാരിക്കുക, ആള് യഥാർത്ഥ ഈ ഭഗവത് ഭക്തനാണെങ്കിൽ ആൾക്ക് വേറെ ഒന്നും നമ്മളോട് സംസാരിക്കാൻ ഉണ്ടാവില്ല. ലൂസ് ടോക്സോ വീട്ടിലത്തെ കാര്യങ്ങളോ പേഴ്സണൽ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അവര് സദാ ഭഗവത് വിഷയങ്ങൾ മാത്രം, കൃഷ്ണന്റെയും നാരായണന്റെയും ഭഗവത്ഗീതയും ഭാഗവതം ഇതൊക്കെ അവർക്ക് ഉണ്ടാവുള്ളൂ. വേറെ ഒന്നും നമ്മളോട് പറയാനുണ്ടാവില്ല. ഭഗവത് വിചാരത്തിൽ മുഴുകിയിരിക്കുന്നവരായിരിക്കും, ഭഗവാനിൽ സമർപ്പിച്ചിരിക്കുന്നവരായിരിക്കും. അവരുടെ ചിന്ത പ്രവൃത്തി എല്ലാം ഭഗവാനായിരിക്കും. കാണുന്നതെല്ലാം ഭഗവാൻ, കാണുന്ന എല്ലാം കൃഷ്ണ സ്വരൂപികൾ. അവർ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ കൃഷ്ണ ശബ്ദമായിരിക്കും. ഇങ്ങനെയായിരിക്കും യഥാർത്ഥ പരിശുദ്ധ ഭക്തര്. ഇവരുടെ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ഇവരുടെ കൂടെ ചേർന്ന അവരും കൂടി ഭഗവാനായി മാറി. കണ്ടില്ലേ, മീരാബായിയുടെ കൂടെ ചേർന്നപ്പോ അവർക്ക് സാരൂപ്യമുക്തി, ഭഗവാനെ തന്നെ കിട്ടി. സ്വയം ഭഗവാന്റെ സ്വരൂപം കിട്ടി. അവര് എവിടെ പോവാ? നേരെ വൈകുണ്ഠത്തിലേക്ക് ഭഗവാന്റെ അടുത്തേക്ക് പോവാണ്. ജ്വലിക്കുകയാണ് മീര. എല്ലാവരുടെ അടുത്തും എല്ലാ ആത്മാക്കളും മീരയുടെ അടുത്ത് നന്ദി പറയാണ്. മീര എന്നുള്ള പരിശുദ്ധ ഭക്തയുടെ കൂടി ചേർന്നപ്പോ കിട്ടിയ അനുഗ്രഹമാണിത്. ആൻഡ് മീരാബായി ജ്വലിക്കാണ്. മീരാബായി യോഗ സിദ്ധിയൊക്കെ അഭ്യസിച്ചതല്ലേ? മീരാബായി പത്മാസനത്തിലിരുന്ന് ധ്യാനത്തിലാണ്. അങ്ങനെ മീര അതിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. മീര വന്ന പർപ്പസ് കഴിഞ്ഞു. ഭഗവാൻ ഇതിനു വേണ്ടിയിട്ടാണ് മീരേനെ അവിടെ എത്തിച്ചത്. ഓക്കെ, ഇവിടെ ചമ്പക് ലതാ സഖിക്ക് വിഷമമാവാണ്. കൊട്ടാരത്തില് പിറ്റേ ദിവസമായി, ഇതിപ്പോ 2 ദിവസം 3 ദിവസമായിട്ടോ ഇവിടെ, അത് ഞാൻ പറയാൻ മറന്നു. മീര ഇരിക്കുന്നു. അപ്പൊ നിങ്ങൾ ചോദിക്കും ഭക്ഷണമില്ല, വെള്ളമില്ല. ബിക്കോസ് മീര ഹയർ സ്റ്റേറ്റിലാണ്. അതിനുള്ള യോഗ വിദ്യകളും എല്ലാം മീര ആ സ്റ്റേറ്റ് ഓഫ് മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. ആൻഡ് ചമ്പക് ലത സഖിക്ക് വിഷമമായി. 3 ദിവസമായി മീരാബായിനെ കണ്ടിട്ട്. അവിടെ ഉള്ളവരോടൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയുന്നു തിരിച്ചു വന്നതാണ്, ഭൂത് മഹൽ കാണിച്ചു തന്നിട്ട് മീര ഞങ്ങളുടെ കൂടെ തിരിച്ചു വന്നു എന്നാണ് എല്ലാവരും പറയുന്നത്. മദർ ഇൻ ലോയുടെ അടുത്ത് പോയി ചോദിക്കുമ്പോൾ മീര ഞങ്ങളുടെ കൂടെ വന്നതാ, നീ അവിടെ നോക്ക് ഇവിടെ നോക്ക് പറഞ്ഞു. ബിക്കോസ് ഇത് അവരുടെ പ്ലാൻ ആയിരുന്നു. ചമ്പക് ലതാ സഖിക്ക് കാര്യം മനസ്സിലായി. ഇവരെ മീരനെ അവിടെ ഇട്ടതാണെന്നൊക്കെ മനസ്സിലായി, കൊണ്ട് പൂട്ടിയിട്ടതാണെന്നത് മനസ്സിലായി. അവിടെ ഒരു മന്ത്രി ഉണ്ട്. അതായത് ഇപ്പൊ വിക്രമിന്റെ രാജ്യഭരണത്തിൽ പോയ മിനിസ്ട്രിയിൽ ഉണ്ടായിരുന്നവരെല്ലാം മാറ്റി. അതായത് തെറ്റായ ആൾക്കാരൊക്കെയാണ് ഇപ്പൊ അവിടെ നിയമിച്ചിരിക്കുന്നത്. കാരണം ആൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാനും ബ്രൈബ് ചെയ്യാനും പറ്റുന്ന ആൾക്കാരൊക്കെ. അപ്പൊ നല്ല മനുഷ്യരൊന്നും ഇല്ല. പക്ഷെ അവിടെ ഒരു മന്ത്രി ഉണ്ട്. ആ മന്ത്രി അതിശക്തനും സർവശ്രേഷ്ഠനായിട്ടുള്ള ഒരു മന്ത്രിയാണ്. അതായത് റാണ സംഖ്യയുടെ കാലം തൊട്ടിട്ട് നമ്മളുടെ
ഭോജ്രാജിന്റെ കാലം തൊട്ടിട്ടുള്ളതാണ്. വളരെ സ്നേഹമാണ് ഈ ഫാമിലിയോട്. മീര സാബ് എന്ന് പറഞ്ഞാൽ വളരെ റെസ്പെക്റ്റ് ആണ്, ഭക്തിയിലൊക്കെ വളരെ എന്നും മീര മഹളുടെ മുന്നിൽ നിന്ന് നമസ്കരിച്ചിട്ടാണ് പോവുക, അത്രയും കണ്ടു ബഹുമാനാണ്. അപ്പൊ ചമ്പക്ലത സഖി അവിടെ വിഷമിക്കുന്നത് കാണാനിരുന്നിട്ട്, എന്തിനാ അവിടുന്ന് കരയുന്നത്, മീര മാത ഉള്ളപ്പോ എന്തിനാ കരയുന്നത് എന്ന് ചോദിക്കുക. അപ്പോഴാണ് നടന്ന സംഭവം എല്ലാം പറയുന്നത്. ആൾക്ക് വളരെ ദേഷ്യമായി. കാരണം ആൾക്ക് ഇങ്ങനെ ഒരു തെറ്റ് ഈ കൊട്ടാരത്തിൽ നടന്ന് 3 ദിവസമായിട്ട് ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. അപ്പോ ചമ്പക്ലത പറഞ്ഞു അവിടെ തന്നെയാണ് ഉള്ളത്, ഇവരെല്ലാം പൂട്ടിയിട്ടിട്ട് വന്നതാണെന്നൊക്കെ പറഞ്ഞു. നേരെ ഈ മന്ത്രി പോവാണ് എവിടേക്ക്, വിക്രമിന്റെ സ്ഥലത്തേക്ക്, കൊട്ടാരത്തിലേക്ക്. എന്നിട്ട് പറഞ്ഞു പല മന്ത്രികളും അവിടെ ഇരിക്കുന്നുണ്ട്, അവരുടെയൊക്കെ മുന്നിൽ വെച്ചിട്ട് വെല്ലുവിളിക്കാണ്. അതായത് ഇത്രയും അനീതി ഇവിടെ നടന്നിട്ട് മീര പോലുള്ള ഭോജ്രാജിന്റെ വൈഫാണ്, എന്നിട്ട് നിങ്ങൾ ഇങ്ങനെയാണോ പെരുമാറേണ്ടത്, ഒരാളെ കാണാനില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഒന്നും അറിയാത്ത പോലെ ബിഹേവ് ചെയ്യാണ് വിക്രം. അപ്പൊ നിങ്ങൾ ഇതുവരെ ഈ വിഷയം അറിഞ്ഞിട്ടില്ല അല്ലെ രാജാവേ എന്നൊക്കെ ചോദിക്കും. അവിടെ നിന്നും ഇതൊന്നും അറിഞ്ഞിട്ടില്ല, ഞാൻ ഇവിടുത്തെ പ്രജകളെയും കൂട്ടിയിട്ട് എനിക്കറിയാം ഇതെങ്ങനെയാ റിയാക്ട് ചെയ്യണ്ടേ എന്നൊക്കെ പറഞ്ഞു. കാരണം മീര എന്ന് പറഞ്ഞ ഇവിടെ എല്ലാവർക്കും മീര സാബിനോട് അത്രയും റെസ്പെക്റ്റ് ആണ്. ഇങ്ങനെ ഒരു പ്രശ്നം വന്ന് നിങ്ങൾ പരിഹരിച്ചിട്ടില്ല, എനിക്ക് അബൂദ് മഹലിന്റെ ചാവി ഇപ്പൊ വേണം എന്ന് പറയും. ഇല്ല ഞങ്ങൾ വരാം, വേണ്ട ഇനി നിങ്ങൾ വരേണ്ട ആവശ്യമില്ല, എനിക്ക് ചാവി തന്നു. ഇല്ല ഞാനും സേവകരും വരാം, നിങ്ങൾ അവിടെ വരണ്ട, ചാവി തരാൻ പറയും. അത്ര സ്ട്രോങ് ആയിട്ടാണ് പറയും, ബിക്കോസ് അതിനുള്ള പവർ ആൾക്കുണ്ട്. ആള് എത്രയോ നാളുകളായിട്ട് അവിടെ സേവിക്കുന്ന ആളായിരുന്നു, ഇവൻ അച്ഛനുള്ള കാലം തൊട്ടിട്ട്. ആൻഡ് ആ ചാവി മേടിച്ച് പോവാണ്, സേവകരെയും കൂട്ടുന്നു. അതിന്റെ കൂടെ വിക്രം കുറെ സേവകരെയും വിടും. അവിടെ എത്തി ചമ്പക്ലതേനെയും കൂട്ടി ഭൂത് മഹളിലെത്തി. മഹള് തുറക്കുകയാണ്. തുറന്ന വഴിക്ക് കാണുന്നത് ഇനി ഇതാണ് വളരെ ബ്യൂട്ടിഫുൾ. തുറന്ന വഴിക്ക് ജ്വലിക്കുകയാണ്. എങ്ങനെ ജ്വലിക്കുന്നു, മീര എന്താ പറയാ ശോഭിതായിട്ടിരിക്കുന്നു. മീരയുടെ ശരീരത്തിൽ നിന്നാണോ മുഖത്ത് നിന്ന് അത്രയും കണ്ട ദിവ്യ തേജസ് വരികയാണ്. ആ ഇരുട്ടായി കിടന്ന ഭൂത് മഹളൊക്കെ ബംഗ്ലാവ് പ്രകാശിക്കാൻ തുടങ്ങി. വെളിച്ചമൊന്നുമില്ല അവിടെ, വരാനുള്ള ഒരു സോഴ്സും ഇല്ല. ഇത് മീരയിൽ നിന്നും വരുന്ന പ്രകാശമാണെന്ന് അവർക്ക് മനസ്സിലായി. മീര 3 ദിവസം ആ പത്മാസനത്തിലിരുന്ന കാരണം യോഗരഹസ്യമൊക്കെ അറിയാം. അങ്ങനെ ജ്വലിക്കുന്ന മീരനെ കണ്ട് അത്ഭുതപ്പെടുന്നു സേവകരും അവിടുത്തെ നമ്മളുടെ സഖിയും. മന്ത്രി സാഷ്ടാംഗ നമസ്കരിക്കാണ്, കാരണം മീരയോട് അത്ര കണ്ട് ബഹുമാന. മീരനെ വിളിച്ചുണർത്താണ് സഖി. അങ്ങനെ മീര എണീക്കുന്നു. അവിടുന്ന് ബുദ്ധിമുട്ടുണ്ടായോ എന്നൊക്കെ പറഞ്ഞ്, ക്ഷീണമുണ്ട് കാരണം 3 ദിവസം ഭക്ഷണമൊന്നും ഇല്ല. അവിടുന്ന് ക്ഷമ ചോദിക്കാൻ. എന്നാലും ഇങ്ങനെ ഒരു രൂപത്തിൽ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞതിൽ ഭാഗ്യാണ്, കാരണം അത്രയും ദിവ്യ തേജസ്സില് ജ്വലിച്ചിരിക്കുന്ന മീര ശാന്തി, മുഖത്ത് സദാ ശാന്തിയിലാണ് ഇരിക്കുന്നത്. അങ്ങനെ മീരനെ എവിടേക്ക് കൊണ്ടുപോവാണ്, കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോവാണ്. എണ്ണയൊക്കെ തേച്ച് സഖി കുളിപ്പിക്കുകയും ഭക്ഷണം കൊടുക്കുകയൊക്കെ ചെയ്യാണ് മീരനെ. എന്നിട്ട് പറയും മീരനോട് അവിടുന്ന് അത്രയും ദുഃഖമായോ, 3 ദിവസം അവിടുന്ന് എങ്ങനെയായിരുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ചമ്പക്ലത സഖിക്ക് വളരെ ഹൃദയം പൊട്ടുക. മീര പറയും ഒന്നുമില്ല, അവിടെ നടന്നതൊക്കെ എന്താണെന്നറിയോ, ഇങ്ങനെ ഗിരിധാരി നാമം ജപിച്ച് നമ്മുടെ ഗിരിധാരി രക്ഷപ്പെടുത്തി, ഗിരിധാരിയുടെ നാമത്തിന്റെ ശക്തിയാണെന്നൊക്കെ പറയുമ്പോൾ നിഷ്കളങ്കായ മീരനെ കണ്ടിട്ട് സഖി ചമ്പക്ലത പറയാം, അവിടുന്ന് എന്തിനാ ഇത്ര പാവായത്, അവിടുന്ന് എന്താ ചുറ്റും നടക്കുന്നത് മനസ്സിലാക്കാത്തത്, അവിടുത്തെ അപായപ്പെടുത്താനാ ശ്രമിച്ചത് ഇവര്. അല്ല സഖി, അവിടെ കൊണ്ടുപോയി അവിടെ എത്രയോ ആത്മാക്കൾ, അവർക്കൊക്കെ സദ്ഗതി കിട്ടിയില്ലേ ഗിരിധാരി കാരണം. എന്ത് പറഞ്ഞിട്ടും ചമ്പക്ലത പറയുന്നു, ഞാൻ അവിടുത്തെ രക്ഷിക്കാൻ നോക്കേണ്ട ആവശ്യമില്ല, എനിക്കറിയാം ഗിരിധാരി അവിടുത്തെ കൂടെ എപ്പോഴും ഉണ്ട്, എന്നാലും ശ്രദ്ധിക്കണം, ഇവരത്ര നല്ലവരൊന്നും അല്ല എന്ന് പറയണം. എന്തിനാ ചമ്പക്ലത സംശയിക്കുന്നത്, അങ്ങനെയൊന്നുമില്ല. പക്ഷെ മീരയ്ക്കത് മനസ്സിലാവുന്നില്ല, അത്രയും ഇന്നസെന്റ് ആണ് മീര. അങ്ങനെ ഇരിക്കെ ഇനി ഈ പ്ലാൻ പൊട്ടി. ഇനി അടുത്ത പ്ലാൻ, ഇനി അടുത്തതായിട്ട് മീരനെ, അപ്പൊ ഇവർക്ക് മനസ്സിലായി ഇതൊന്നും നടക്കുന്നില്ല. ഇനി എന്ത് ചെയ്യാം, ഇനി മീരയുടെ ഒപ്പമുള്ളവരെ അപായപ്പെടുത്താം. അതായത് പൊളിറ്റിക്സ് നമ്മൾ ഇതിലൊക്കെ കാണില്ലേ, ഇവർക്ക് സ്നേഹമുള്ള ആൾക്കാരെ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി മീരയ്ക്കും വേദന എടുക്കും. അതായത് അവർക്ക് ഉറ്റവരാരാണോ സ്നേഹമുള്ളവരെയൊക്കെ കൊല്ലുക, അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിൽ കൂടെ മീരനെ തളർത്താം. അങ്ങനെ മീര മേടത്തേന്ന് വരുന്ന സമയത്ത് ഇപ്പൊ ചമ്പക്ലത 1-2 സഖിമാര് വരും കൂടെ. ദായിമ പറഞ്ഞത്, അതായത്
മീരയുടെ ഒരു കെയർ ടേക്കർ, ചെറുപ്പത്തിലെ മീരനെ നോക്കിയിരുന്ന ഒരു ആയ, അവരും വന്നിരുന്നു. അതായത് കുഞ്ഞിതില് മീരനെ നോക്കിയിരുന്നത് ഈ ആയാണ്. വീട്ടിലത്തെ കൊട്ടാരത്തിൽ ഇപ്പോ രാജ്ഞിമാർക്ക് പല കാര്യങ്ങളും ഉള്ളപ്പോൾ മീരനെ സദാ പരിപാലിച്ചിരുന്നത് ഈ ദായിമ്മയാണ്. മിതുള എന്നാണ് അവരുടെ പേര്. അപ്പൊ ഈ മിതുള പറഞ്ഞ ആയ മീരയ്ക്ക് വളരെ സ്നേഹമാണ് എല്ലാവരോടും. മീരനെ ചെറുപ്പത്തിലെ കാര്യങ്ങളൊക്കെ നോക്കിയതും എല്ലാം, മീരയുടെ തുണി കഴുകുന്നതെല്ലാം ഇവരാ. അങ്ങനെ ഇവരെ അപായപ്പെടുത്താൻ നോക്കാണ് അടുത്തത്. അതായത് ഇവരുടെ ഭക്ഷണത്തിൽ എന്തോ ചേർക്കാണ്. അങ്ങനെ ഇവർക്ക് അത് കഴിക്കുമ്പോൾ മേലൊക്കെ ഇങ്ങനെ പൊള്ളുന്നു. അതായത് ഇവരത് കഴിച്ചു, അത് കഴിച്ചിട്ട് ഇവരുടെ ശരീരം എല്ലാം പൊള്ളുകയാണ്. ഇവർക്ക് ഇത് സഹിക്കാൻ പറ്റുന്നില്ല. അകത്ത് ചെന്ന ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇവർക്ക് നിൽക്കാൻ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല, ദേഹം എല്ലാം പൊള്ളുന്നു. അങ്ങനെ ഇത് അറിഞ്ഞു മീര. അങ്ങനെ ദായിമ ഉള്ള സ്ഥലത്ത്, മിതുള ആയ ഉള്ള സ്ഥലത്ത് എത്തുകയാണ്. എന്നിട്ട് ചോദിക്കുക എന്താ. അപ്പോഴത്തേനും കിടപ്പായി അവര്, ബിക്കോസ് അവർക്ക് അവശതയായി, പൊള്ളിക്കൊണ്ടിരിക്കല്ലേ ശരീരം, വളരെ ദുഃഖത്തിലുമാണ്. എന്നിട്ട് പറയും എനിക്ക് വയ്യ, എൻ്റെ ശരീരമൊക്കെ പൊള്ളുന്നു. അതിനും വിഷമം, മീരനെ ഇനി നോക്കാൻ പറ്റില്ലല്ലോ, ആ സങ്കടമുണ്ട്. അവിടുത്തെ ചെറുപ്പം തൊട്ടിട്ട് ഞാൻ നോക്കുന്നത്, ഇനി എനിക്കതിന് സാധിക്കില്ലല്ലോ. പറഞ്ഞു അതൊന്നും ആലോചിക്കണ്ട ദായിമ, ഇതൊക്കെ മാറും, ഇത് മരുന്നൊക്കെ വൈദ്യൻ വന്ന് ചെയ്താൽ മാറും, പേടിക്കണ്ട. ഇല്ല, എനിക്കിത് താങ്ങാൻ പറ്റുന്നില്ല, മേലത്രയും കണ്ട് വേദന എടുക്കാന്ന് പറയും. അപ്പൊ മീര പറയും ഇത് ആലോചിക്കേണ്ട, ഗിരിധാരി നാമം ജപിക്ക്, ഗിരിധാരിയുടെ നാമം ജപിച്ച് അതെല്ലാം മറക്കും. മീരാമാത അവിടുത്തെ പോലെ എനിക്ക് ഗിരിധാരി നാമമൊന്നും എൻ്റെ വായിൽ വരില്ല, എനിക്കത് പറ്റില്ല. എൻ്റെ ഭഗവാൻ മീരാമയ്യാണ്, എൻ്റെ മീരാ സാബാണെന്ന് പറയും. അയ്യോ ഞാനല്ല, ഗിരിധാരിയുടെ നാമം ജപിക്കാൻ പറയും. ഇല്ല, വേദന എടുക്കുന്നു, ശരീരം എല്ലാം പൊള്ളുന്നു, ഇതെന്നെ ചിന്തിച്ച് ഇരിക്കണ്ട. അതായത് നമ്മള് ചെറുപ്പത്തിലൊക്കെ കുട്ടികളെ കണ്ടിട്ടില്ലേ, കുട്ടികൾ കരയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, അവർക്ക് ടോയ്സ് എന്തെങ്കിലും എടുത്തു കൊടുക്കും, ശ്രദ്ധ തിരിക്കാണ്. ആക്ച്വലി ഇത് നമ്മൾ ചെറുപ്പത്തിൽ ചെയ്തിരുന്നു, വലുതാകുമ്പോൾ നമ്മളിത് ചെയ്യില്ല. നമ്മളുടെ ലൈഫിൽ പല സർക്കംസ്റ്റൻസും ഇതും വരുമ്പോൾ നമ്മൾ ശ്രദ്ധ തിരിക്കാൻ കുറച്ച് വൈകും. അപ്പൊ ഇവിടെ മീര പറഞ്ഞു കൊടുക്കാണ്, ഇത് തന്നെ ആലോചിക്കണ്ട, അത് മാറും എന്നൊക്കെ പറയാം. ഇനി ഒരു കാര്യം ചെയ്യണോ, ദായിമോട് ചോദിക്കാണ്, ഞാൻ ഈ വേദന ഏറ്റെടുക്കണോ? അതായത് അവിടുത്തെ വേദന ഞാൻ ഗിരിധാരിയോട് പറഞ്ഞ് ഏറ്റെടുക്കട്ടെ? അപ്പോ മിഥുലയ്ക്ക് സങ്കടം വരും. എന്താ അവിടുന്ന് പറയുന്നേ? ഇതൊന്നും ചെയ്യണ്ട, അവിടത്തേക്ക് ഗിരിധാരി നോക്ക്, ലോകത്തെ എല്ലാവരും ഗിരിധാരിനെ ആശ്രയിച്ചിരിക്കുന്നു, എല്ലാവർക്കും സന്തോഷം ഗിരിധാരിയാണ്. പക്ഷെ ഗിരിധാരി സന്തോഷിക്കണമെങ്കിൽ എൻ്റെ മീരാബായി വേണം എന്ന് പറയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ മീരയുടെ കണ്ണ് നിറയാണ്. മീര പറയും ശരി, ഗിരിധാരി നാമം ജപിക്കണ്ട, വേദന എടുക്കുന്നു. നമ്മൾ പണ്ട് ഡാക്കൂർ ദ്വാരകയിൽ പോയത് ഓർമ്മയുണ്ടോ? ആ ബോധന ദ്വാരകാധീശൻ എന്നൊക്കെ പറഞ്ഞ് ശ്രദ്ധ തിരിച്ച് ധ്യാനിപ്പിക്കുകയാണ് മീര. അതായത് ആ കൃഷ്ണനെ ഓർമ്മയുണ്ടോ? ആ കൃഷ്ണന്റെ വിഗ്രഹം ഓർമ്മയുണ്ടോ? ആ കാൽപാദങ്ങളും ഭഗവാൻ ഡാക്കൂർ ദ്വാരകയിൽ എങ്ങനെയിരുന്നു എന്നൊക്കെ പറഞ്ഞ് മീര ആ പോയ വിശേഷങ്ങളും ചെറുപ്പത്തിൽ പോയ ക്ഷേത്ര ദർശനത്തിന്റെ കഥയും അവിടുത്തെ ഭഗവാന്റെ വിഗ്രഹമൊക്കെ വർണ്ണിക്കാൻ തുടങ്ങി. അങ്ങനെ മീര വർണ്ണിക്കും തോറും മിഥുലയുടെ ശ്രദ്ധ മാറി ഇതിലേക്ക്. മിഥുലയ്ക്ക് വേദന അറിയുന്നില്ല ശരീരത്തിന്റെ. അങ്ങനെ ശ്രദ്ധ തിരിഞ്ഞ് എന്തായി, മിഥുലയ്ക്ക് സദ്ഗതി കിട്ടുകയാണ്. അതായത് ശരീരം വിടുകയാണ്. അത്രയും സ്റ്റേജിൽ എത്തിയായിരുന്നു. അതായത് ഇവിടെ ആരും കൂടി പോയി, മിഥുലയും പോയി. ദായിമ മീരനെ കെയർടേക്ക് ചെയ്ത ആളെ അവരും ഇല്ലാതെയായി. പക്ഷെ മീര കാരണം അവർക്കും സദ്ഗതി കിട്ടി. ഇങ്ങനെ ഇരിക്കെ അപ്പൊ അവർക്ക് ഒരു കാര്യം എന്തായി, മീരനെ അടുപ്പമുള്ള ഒരാളെ ഇല്ലാതെയാക്കി. പക്ഷെ ഇത് മീര അറിയുന്നില്ല, ആരും അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഇരിക്കെ കൊട്ടാരത്തില് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇവിടെ പ്ലാനിങ് നടക്കുന്നു. വിക്രമും മൂതാബായി എല്ലാവരും അവർക്ക് എങ്ങനെയെങ്കിലും മീരനെ ഇല്ലാതാക്കണം. അവർക്ക് ലക്ഷ്യം വേറൊന്നുമില്ല. ഇനി ഒരു കാര്യം കൂടി ചെയ്തതിന് ശേഷം കുറച്ച് ഗ്യാപ്പ് എടുക്കും. കാരണം കണ്ടിന്യൂസ് ആയി ഇത് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും ഇവര് തന്നെയാണ് എന്തൊക്കെയോ ചെയ്യുന്നതെന്ന്. രാജ്യത്തില് ചർച്ച വരും. ചർച്ച ചെയ്തു കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് മീരാബായിനെ അപായപ്പെടുത്താൻ ഇവര് ചെയ്യാണെന്ന്. അപ്പൊ ഇവര് പറയാ, നമുക്ക് ഇതും കൂടി ചെയ്യാം, ഇതിൽ നമ്മൾ വിജയിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു, ഇതിൽ നമ്മൾ തോറ്റാ പിന്നെ ഇപ്പോഴൊന്നും നമ്മൾ ചെയ്യണ്ട, ഒന്നും മീരനെ അപായപ്പെടുത്താൻ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി അടുത്ത പ്ലാൻ കുറച്ച് കഠിനമുള്ളതാണ് കേട്ടോ.
അടുത്തത് മീരയുടെ കിടക്കുന്ന കിടക്കയുണ്ടല്ലോ, ബെഡ്ഷീറ്റിന്റെ ഉള്ളില്, അതായത് അവിടെ കുപ്പിച്ചില്ല് വിതറാൻ. അതായത് മീര അറിയില്ല ആ ബെഡ്ഷീറ്റിൽ കിടക്കുമ്പോൾ മേലൊക്കെ പൊട്ടും. അതും വളരെ പോയിന്റഡ് ആയിട്ടുള്ളത്, കീറുമല്ലോ. ഇതാണ് പ്ലാൻ. അപ്പൊ അതിന് എന്ത് ചെയ്യണം? മീരയുടെ മഹലിന്റെ ഉള്ളിൽ കാരണം ബെഡ്ഷീറ്റ് വിരിക്കണം. ഇതൊക്കെ സഖി, നമ്മുടെ ചമ്പക്ലത സഖിയാണ് ഇതൊക്കെ മേൽനോട്ടത്തിൽ ചെയ്യാം. ഒരാളെ ചമ്പക്ലത സഖി അകത്തേക്ക് കടത്തില്ല അവരുടെ, കാരണം സഖിക്ക് അറിയാം. ആൻഡ് ഇവർ പറയുന്നുണ്ട്, ഈ ചമ്പക്ലത ഇല്ലാത്ത സമയത്ത് വേണം അകത്ത് കിടക്കാൻ. അവൾ എപ്പോഴും മീരയുടെ കൂടെ, അവൾക്കാണെങ്കിൽ സംശയം കൂടുതലാ. അങ്ങനെ ഇവര് പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. ഇങ്ങനെ 2 സേവകര് വിക്രമിന്റെ വരാണ്, സ്ത്രീകള്. അവര് മീര ഉള്ള സമയത്ത് വരാണ്. ഞങ്ങൾക്ക് മീര സാബിന്റെ ബെഡ് വിരിക്കണം എന്നൊരു മോഹമുണ്ട്, അതും പട്ട് ഇതുകൊണ്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്, അവിടുത്തെ ഇത് വിരിച്ചു തരട്ടെ എന്ന് ചോദിക്കും. അപ്പൊ ചമ്പക്ലത പറയാം, അതിന്റെ ആവശ്യമൊന്നുമില്ല, ഇവിടെ ഞാനുണ്ട് വിരിക്കാൻ. അപ്പൊ മീര പറയും, പോട്ടെ, അവരൊരു ആഗ്രഹം പറയണതല്ലേ സാബ്, ഇവരെന്തോ പതുക്കെ പറയും, അതൊന്നും വേണ്ട, ഇത് ഞാൻ ചെയ്തോളാം. ഇല്ല, ഞങ്ങൾക്ക് ആഗ്രഹം ഉള്ളത് കാരണാ പറയും. ചമ്പക്ലതയ്ക്ക് കാര്യം മനസ്സിലാവില്ല. ചമ്പക്ലത എന്ത് ചെയ്യും? മീര പറഞ്ഞത് കേട്ടിട്ട്, മീര പറഞ്ഞാ പിന്നെ ഒന്നും പറയില്ല. അങ്ങനെ ആ ബെഡ്ഷീറ്റ് വിരിക്കും. ഇവര് പ്ലാൻ ചെയ്ത പോലെ കുപ്പിച്ചില്ലൊക്കെ അതിൻ്റെ ഉള്ളിലിട്ട് എല്ലാം വിരിക്കും. ഇവരൊന്നും കാണില്ല അത് വിരിക്കുന്ന സമയത്ത്. അങ്ങനെ അടുത്ത ദിവസമായി കേട്ടോ. അന്ന് രാത്രി കഴിഞ്ഞു. പറയാട്ടോ എന്താ ഉണ്ടായതെന്ന്. അന്ന് രാത്രി കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ആയപ്പോ ചമ്പക്ലത സഖിക്ക് ഒരേ സംശയം. സഖി അവിടെയൊക്കെ ചുറ്റിപ്പറ്റി എപ്പോഴും നോക്കിക്കൊണ്ടേയിരിക്കും, എന്തെങ്കിലും മീരാബായിനെ അപായപ്പെടുത്താൻ നോക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കുമ്പോ അവിടെ കുപ്പിച്ചില് ബ്രേക്ക് ചെയ്ത് കിടക്കുന്നു. അതും ഷീറ്റിന്റെ ഉള്ളില്, അല്ല, ബ്രേക്ക് ചെയ്ത് ഒരു ഭാഗത്തിട്ടിരിക്കുക, കുറച്ച് പോർഷൻ, എല്ലാം ഇല്ല. അപ്പൊ ചമ്പക്ലതയ്ക്ക് കാര്യം മനസ്സിലായി. ഇന്നലെ ഇവര് വന്നത് ബെഡ്ഷീറ്റിന്റെ ഉള്ളിൽ കുപ്പിച്ചിലിടാൻ വേണ്ടിയിട്ടായിരുന്നു. മീര കിടക്കുമ്പോ ശരീരത്തിൽ കൊണ്ടുകയറും. വേഗം ഓടുകയാണ് സഖി. മീര കുളിച്ചുകൊണ്ടിരിക്കുക. അതായത് രാത്രി കിടന്നുറങ്ങിയപ്പോ മീരയുടെ ശരീരത്തിലൊക്കെ കീറിയിട്ടുണ്ടാവും എന്നാണ് സഖിക്ക് ദുഃഖത്തിൽ ഓടുന്നത്. കാരണം രാത്രി കഴിഞ്ഞു, നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയി. വേഗം കാലത്ത് ഓടുന്നു. എല്ലാം കഴിഞ്ഞ് പാവം സഖി വേദനത്ത് അവിടെ കിടക്കുവാണോ മീരാബായി എന്ന് അറിയാനേ ഓടുന്നത്. അപ്പൊ മഹളിലൊന്നും കാണില്ല. അപ്പൊ ബാത്റൂമിലാണെന്ന് മനസ്സിലായി. അങ്ങനെ ബാത്റൂമിലേക്ക് ഓടി ചെല്ലുമ്പോ കുളിച്ചുകൊണ്ടിരിക്കുക. വേഗം തട്ടും. അവിടത്തേക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ, അവിടത്തേക്ക് രാത്രി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഡോറിൽ തട്ടാം. അങ്ങനെ മീര കുളി കഴിഞ്ഞ്, ഇല്ല ചമ്പക്ലത, ഞാൻ ദാ വരുന്നു, അവിടുത്തെ ഓക്കെ അല്ലേ, കുഴപ്പമൊന്നും ഇല്ലല്ലോ, ശരീരത്തിന് വേദന വല്ലതും ഉണ്ടോ എന്ന് പറഞ്ഞ് ഡോറിൽ തട്ടിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ മീര ഡോറ് തുറക്കുന്നു. എന്താ ചമ്പക്ലത, നിനക്ക് എന്താ വിഷമം, നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നതെന്ന് ചോദിക്കും. അവിടത്തേക്ക് ഒന്ന് തിരിഞ്ഞ് ശരീരത്തിലൊക്കെ നോക്കും, പുറത്ത് കുഴപ്പം എന്തെങ്കിലും ഉണ്ടോ കയ്യില്. അവിടത്തേക്ക് വേദനയും കുഴപ്പമൊന്നും ഇല്ലല്ലോ, അവിടത്തേക്ക് ശരീരത്തിന് മുറിവ് എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് ഒരു കുഴപ്പമില്ല. ഇന്നലെ രാത്രി അവിടത്തേക്ക് എന്തെങ്കിലും പ്രശ്നം ബുദ്ധിമുട്ടുണ്ടായോ? അത് പറയുമ്പോഴത്തേനും മീരയ്ക്ക് ഒരു നാണം വരികയാണ് കേട്ടോ. നീ എന്നെ അത് ഓർമ്മിപ്പിക്കരുത് ചമ്പ, എനിക്ക് നാണം വരുന്നു എന്ന് പറയാം. അപ്പൊ ചമ്പക്ലത പറയും, എന്താ അവിടുന്ന് പറയുന്നത്? നോക്ക് ചമ്പക്ലത, ഇന്നലെ എന്റെ ഗിരിധാരി വന്നു. അപ്പൊ ഗിരിധാരി വന്നു? ഇന്നലെ ഭഗവാൻ വന്നു. അപ്പൊ അവിടുന്ന് എന്താ പറയുന്നത്? അവിടുന്ന് കിടക്കുന്ന കിടക്കയിൽ എന്താണെന്നറിയ, ഇതൊന്നും പറയാൻ മീര സമ്മതിക്കില്ല. നോക്ക്, നീ അതെന്നെ ഓർമ്മപ്പെടുത്തരുത് കേട്ടോ. അത് ഓർമ്മപ്പെടുത്തുമ്പോ എനിക്ക് വളരെ നാണം വരുന്നു. അതിലൊക്കെ പൂക്കളാണ് ചമ്പ, ചെമ്പകപ്പൂവും മുല്ലപ്പൂവും റോസാപ്പൂവിന്റെ ഇതളുകളൊക്കെ ഇട്ട് സദാ സന്തോഷത്തിലായിരുന്നു ഞാനും ഗിരിധാരി. അപ്പൊ മീര പറയും, ചമ്പക്ലത പറയും, അവിടുന്ന് ഇത് എന്താ പറയുന്നത്? അവിടത്തേക്ക് അപായപ്പെടുത്താൻ വേണ്ടി കുപ്പിച്ചില്ലത് അവിടെ കൊണ്ടിട്ടിരിക്കുന്നു. മീര പറയും, നീ വേണമെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ പോയി നോക്ക് എന്ന് പറഞ്ഞ് വേഗം മീര പറയും, സഖി അവിടുന്ന് പോയി നോക്കിക്കോളാം, ഞാൻ നോക്കാം എന്ന് പറഞ്ഞ് ഈ ബെഡ്ഷീറ്റ് തുറന്നു നോക്കാണ് കേട്ടോ. നോക്കുമ്പോണ്ട് അവിടെ ചെമ്പകപ്പൂവും മുല്ലപ്പൂവും എല്ലാം വിതറിയിരിക്കുന്നു. അപ്പൊ സഖിക്ക് എന്താന്ന് അറിയുന്നില്ല. അപ്പൊ മീര പറയും, ഇന്നലെ ഗിരിധാരി വന്നു, എന്തൊരു സ്നേഹമായിരുന്നു എന്നറിയോ ചമ്പക്ലത എന്നോട്. എന്റെ മടിയിലാ കിടന്നത്. ഞാൻ എന്റെ മടിയിൽ കിടന്ന് ഞാൻ മുടിയെല്ലാം ചീകിക്കൊടുത്തു. അത് കഴിഞ്ഞ് ഞാൻ ഗിരിധാരിയുടെ മടിയിൽ കിടന്നു.
എൻ്റെ മുടിയെല്ലാം പിന്നി തന്നു, എനിക്ക് പൂ വെച്ച് തന്നു, എൻ്റെ കയ്യിൽ മൈലാഞ്ചി ഇട്ട് തന്നു, മെഹന്തി ഞാൻ ഭഗവാന്റെ കാലിലിട്ട് തന്നു, ഭഗവാൻ എൻ്റെ കാലിലിട്ട് തന്നു. ആൻഡ് ഞങ്ങൾ ആനന്ദ നൃത്തം ചെയ്തു. ഞാൻ പാടും, ഭഗവാൻ നൃത്തം ചെയ്യും. അത് കഴിഞ്ഞ് ഭഗവാൻ പാടും, ഞാൻ നൃത്തം ചെയ്യും. എൻ്റെ ഗിരിധാരിക്ക് എന്തൊരു സ്നേഹം എന്നോടെന്നറിയോ. എന്നെ കെട്ടിപ്പിടിച്ചിരുന്നു. എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് നൃത്തം ചെയ്ത് പാട്ട് പാടി. ഞങ്ങൾ ഇന്നലെ ഇവിടെയാ ശയിച്ചത്. ഇതൊക്കെ പറയുമ്പോൾ ചമ്പക്കുലതയ്ക്ക് എന്താ നടക്കുന്നതെന്ന് അറിയില്ല. ബിക്കോസ് കുപ്പിച്ചില് കണ്ടു, ഇതെല്ലാം വിതറിയത് കണ്ടു. മീരാബായി പറയുന്നു, നോക്കൂ നോക്കൂ എൻ്റെ കയ്യിലെ മൈലാഞ്ചി നോക്കാൻ പറയും. ചമ്പക്കുലതയ്ക്ക് മനസ്സിലായി ദിവ്യ അനുഭവം ഭഗവാൻ കൊടുത്തു. ശൃംഗാര രസം ഭഗവാന്റെ പറയാം. ഓക്കെ, ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അയ്യോ ഭഗവാൻ ഇങ്ങനെ വരുന്നു, ഇത്ര മാത്രം മനസ്സിലാക്കുക. രാത്രി കുപ്പിച്ചില് വിതറിയ ശയ്യയില് ഭഗവാൻ പൂക്കളാക്കി മാറ്റി. ഭഗവാൻ ശൃംഗാര രസം കൊടുത്തു മീരാബായിക്ക്. അപായപ്പെടുത്താൻ വന്നവരെയൊക്കെ അവരുടെ പ്ലാനൊക്കെ മാറ്റി ഭഗവാൻ എന്ത് ചെയ്തു? ആ കുപ്പിച്ചില് മാറ്റി പൂക്കളാക്കി മാറ്റി. ആൻഡ് ദേവിക്ക് മീരാബായിക്ക് ശൃംഗാര രസം കൊടുക്കാണ്. ഇതെല്ലാം കണ്ട് ചമ്പക്കുലത കണ്ണിൽ നിന്നിങ്ങനെ കണ്ണുനീര് വരുന്നു. ഞാൻ എന്തിനാ ഈ ഓടി വന്നത്? എൻ്റെ മീരാബായിനെ രക്ഷിക്കാൻ, എൻ്റെ സാബനെ രക്ഷിക്കാൻ ഗിരിധാരി ഇല്ലേ? ഞാൻ എന്തൊരു മണ്ടിയാ. ഈ ഗിരിധാരിയുടെ ഗോപീനെയാണോ ഞാൻ രക്ഷിക്കേണ്ട ആവശ്യം? അവിടുന്ന് ഗോപിയല്ലേ. അപ്പൊ മീര പറയാ, അത് മാത്രല്ല എൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു ചമ്പക്കുലത. എപ്പോഴും നീ സന്തോഷായിട്ടിരിക്കണം, നീ സദാ എൻ്റെ അനുഗ്രഹം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് തലയിൽ അനുഗ്രഹിച്ചു, തലോടി തന്നു. എന്തൊരു സ്നേഹം എൻ്റെ ഗിരിധാരിക്കെന്നറിയോ. ഭഗവാനായിട്ടാണ് ശൃംഗാര രസം രാത്രി. ഇത് നമുക്ക് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അല്ലെ. അങ്ങനെ മനസ്സിലാവണില്ലെങ്കിൽ ഇത് മാത്രം മനസ്സിലാക്കുക, ഭഗവാൻ ഇത് മാറ്റി കൊടുത്തു എന്ന് മാത്രം മനസ്സിലാക്കുക. ഇത് നമ്മളുടെ ഭൗതിക ലോകത്തെ ശൃംഗാര രസം അല്ല കേട്ടോ. ഈ പറയുന്ന ശൃംഗാര രസം ഇവിടെ നമുക്കറിയാം. ആണ്ടാളമ്മ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നപ്പിന്നെ എന്ന് പറഞ്ഞ് നമ്മളുടെ പാസുരത്തിൽ പറയും, ഗോപികമാരൊക്കെ കൃഷ്ണനെ കാണാൻ രാത്രി പോകുന്നു. രാത്രിയാണോ വെളുപ്പിനാണോ എന്നറിയില്ല, പോവാണ്. ഒരു ഗോപി കിടന്ന് ഉറങ്ങുന്നു. അപ്പൊ ആ പെൺകുട്ടീനെയും കൂടെ ഫ്രണ്ടിനെയും കൂടെ വിളിച്ചിട്ട് വേണം പോവാൻ. അതായത് ഒന്ന് ജസ്റ്റ് ഇമാജിൻ ചെയ്യൂ, ഇപ്പൊ എൻ്റെ ബോയ് ഫ്രണ്ട് എന്ന് വിചാരിക്കുക, ഹസ്ബൻഡ്, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആളെ കാണാൻ ഞാൻ പോകുമ്പോൾ ഞാൻ എല്ലാ പെൺകുട്ടികളെയും വിളിച്ചിട്ടാണോ കാണാൻ പോവുക? അല്ല, ഞാൻ ഒറ്റയ്ക്കല്ലേ കാണണം എന്ന് ആഗ്രഹിക്കുക. ഒറ്റയ്ക്കുള്ള നിമിഷങ്ങൾ സംസാരിക്കണം എന്ന്. ഇവിടെ ഭഗവാനെ അനുഭവിക്കാൻ ഒറ്റയ്ക്ക് പോകണം എന്നല്ല ഗോപികളുടെ ആഗ്രഹം. എവിടെയും നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, ഭഗവാനെ കാണുന്ന ആഗ്രഹം എല്ലാവർക്കും ഒരുമിച്ചാണ്. അതായത് ഇതാണ് എല്ലാ ജീവാത്മാക്കളുടെയും. നിങ്ങൾ ഏത് ഗോപി ശൃംഗാര രസത്തിലുള്ള ഗോപികമാരുടെ അവർ ആ ഭാവത്തിൽ ഉപാസിക്കുന്നവരോടും ചോദിച്ചോളൂ. ഒരിക്കലും ഒറ്റയ്ക്കൊന്നും അവർക്ക് ഭഗവാനെ കിട്ടണമെന്നും കാണണമെന്നൊന്നും ഉണ്ടാവില്ല. അവർക്ക് സഖിമാര് വേണം, എല്ലാവരും ഒരുമിച്ച്. ഇതാണ് ഭാവം. ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഭൗതിക ലോകത്തെ ശൃംഗാര രസം അതല്ല. ഇത് ഭഗവത് എല്ലാ ആത്മാക്കൾക്കും ഭഗവാനെ അനുഭവിക്കണം എന്നുണ്ട്. അപ്പൊ ഇവിടെ സഖിമാരെല്ലാം ഒരുമിച്ച്, ഗോപികമാരെല്ലാം ഒരുമിച്ചാണ് ഭഗവാനെ കാണാൻ പോകുന്നത്. അപ്പോഴാണ് അവർക്ക് സന്തോഷം. ആൻഡ് ഭഗവാൻ എല്ലാവർക്കും ഉള്ളതാണ്, ഒരാൾക്ക് മാത്രം ഉള്ളതല്ല. എല്ലാവർക്കും അർഹതയുണ്ട് ഭഗവാൻ അനുഭവിക്കാൻ. ഈ രസം, അതായത് ഈ ശൃംഗാര രസത്തില് നമ്മളുടെ ഫിസിക്കൽ മെറ്റീരിയൽ ഇതൊന്നും അല്ല കേട്ടോ. ഈ പ്ലഷറൊന്നും അല്ല. നമ്മള് ആലിംഗനം ചെയ്യുന്നു, ഉമ്മ വയ്ക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇത് നമ്മളുടെ ചിന്തയിൽ ചിന്തിക്കാൻ പറ്റുന്നതല്ല. അല്ലെങ്കിൽ രാസലീലയോ നമ്മള് രാസക്രീഡ പറയുമ്പോൾ ഇതെന്താന്ന് മനസ്സിലാക്കാനുള്ള കഴിവ്, ബുദ്ധി ഭഗവാൻ തരണമെന്ന് പ്രാർത്ഥിക്കാം. ശൃംഗാര രസം, ഈ രസമൊക്കെ അനുഭവിക്കുമ്പോൾ നമ്മൾ ആ ഉയർന്ന തലത്തിലേക്ക്, അതായത് ഭഗവാനും ഗോപികമാരായിട്ടുള്ള, നോക്കൂ ഒരു എക്സാമ്പിൾ പറയാം. അതായത് ഗോപികമാര് ഭഗവാനെ പതിയായിട്ട് വേണമെന്ന് പറഞ്ഞ് വ്രതം എടുത്ത് പ്രാർത്ഥിക്കുന്നു. ഭഗവാൻ അവർക്ക് പതിയായി വരുന്നു. എല്ലാവർക്കും, ഒരാൾക്കല്ല, എല്ലാവരും കാർത്യായനി ദേവിയുടെ അടുത്ത് പ്രാർത്ഥിക്കുന്നു പതിയായിട്ട്. എല്ലാവരും സന്തോഷിക്കുകയാണ്, ജലക്രീഡ ചെയ്യുന്നു അവര്. ഇവിടെ നമ്മളുടെ ബുദ്ധിയിൽ ഇതെങ്ങനെ മനസ്സിലാക്കാം? അത് ഭഗവാനോട് പ്രാർത്ഥിക്കുക, രാധാറാണിയോട് പ്രാർത്ഥിക്കുക. എനിക്കിത് മനസ്സിലാക്കാനുള്ള ബുദ്ധി അവിടുന്ന് തരണം എന്ന് പ്രാർത്ഥിക്കുക. ഇതൊരു ആഴ്ന്ന, ദിസ് ഇസ് എ ഡീപ്പ് തത്വം എന്ന് മനസ്സിലാക്കുക. ഇത് ഭഗവാൻ വിചാരിക്കണം, രാധാറാണി വിചാരിക്കണം, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റണമെങ്കിൽ. ഇതെനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, ഇതൊന്നും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഭഗവാനും ഈ ലീലനെ ഇങ്ങനെ മനസ്സിലാക്കുക,
അവരെ അപായപ്പെടുത്താൻ നോക്കി, അത് ഭഗവാൻ മാറ്റിക്കളഞ്ഞു, ഭഗവാൻ അനുഗ്രഹിച്ചു എന്നും മനസ്സിലാക്കുക. ആൻഡ് ഗോപികമാരുടെ സ്റ്റേറ്റ് അത് അത്ര ഉയർന്ന തലത്തിൽ അവരെന്താഗ്രഹിക്കുന്നു അത് സാധിച്ചു കൊടുക്കാൻ ഭഗവാൻ വരെ അവരുടെ ആഗ്രഹം സാധിക്കാണ്. ഓക്കെ, അവരുടെ മനസ്സിന്റെ ആഗ്രഹം സാധിപ്പിക്കുകയാണ് ആ പരമാത്മാവ് ജീവാത്മാവില്. ഇറ്റ്സ് എ യൂണിയൻ. ഓക്കെ, നമ്മൾ രാസലീല ചെയ്ത് ഭഗവാനിലേക്ക് പോകുമ്പോൾ എല്ലാം മറക്കുന്നു, എല്ലാം മറന്ന് ആനന്ദ നൃത്തം ചെയ്യുമ്പോൾ വി ബിക്കം വൺ വിത്ത് ഭഗവാൻ. അവിടെ ഈ ശരീരബോധം ഇല്ല പറയുമ്പോൾ അവിടെ സ്ത്രീ പുരുഷൻ ഭഗവാൻ സൃഷ്ടിച്ച എല്ലാ ഈ ഗോപികളെയൊക്കെ ഭഗവാൻ തന്നെയാണ് സൃഷ്ടിച്ചത്. ഈ ഒരു ആൺകുട്ടിക്കും ഇതേ നോക്കൂ, നിങ്ങൾ സ്ത്രീ എന്ന് വിചാരിക്കണ്ട, ഇതൊരു ആൺ ശരീരമാണെങ്കിലും ഇതൊരു ശരീരത്തിലെ ഡിസ്റ്റിങ്വിഷൻ ഭഗവാനല്ലേ ഇതൊക്കെ സൃഷ്ടി. ശരീരഭേദമില്ല, ആൾക്കും ഗോപി തന്നെയാവേണ്ടത്, ആൾക്കും ഭഗവാനെ അനുഭവിക്കണം. ഓക്കെ, അതുകൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കാൻ ഒരു പോയിന്റിൽ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഭഗവാൻ നമുക്ക് അതിനുള്ള അനുഗ്രഹം തരും. ഒന്ന് മാത്രം മനസ്സിലാക്കുക, നമ്മുടെ മീരാബായിനെ ഭഗവാൻ എങ്ങനെയാണ് സ്നേഹിച്ചത്, ഇങ്ങനെ. എന്തുകൊണ്ടാണ് മീരാബായിയുടെ ഭക്തി പരിശുദ്ധമായിരുന്നു. പരിശുദ്ധമായിട്ട് ഭക്തി ചെയ്യണം. എങ്ങനെ പരിശുദ്ധമായിട്ട് ഭക്തി ചെയ്യുക, ഇന്നസെന്റ് ആയിട്ട് എങ്ങനെ ഡിവോഷൻ ചെയ്യുക? സദാ ഭഗവത് നാമം ജപിക്കുക, എല്ലാവരിലും നല്ലത് കാണുക. നോക്കൂ, എല്ലാത്തിലും നെഗറ്റീവ് പോസിറ്റീവ് ഉണ്ട്, എല്ലാത്തിലും നല്ലത് കാണുക, മധുരമായിട്ട് സംസാരിക്കുക, ആരെയും വേദനിപ്പിക്കാതിരിക്കുക, പരിഹസിക്കാതിരിക്കുക, കളിയാക്കാതിരിക്കുക, കുറ്റം പിടിക്കാതിരിക്കുക. സജ്ജനങ്ങൾ, ഞാൻ പറഞ്ഞില്ലേ, വൈഷ്ണവരെ ഭക്തരുടെ കൂടെ ചേരുക. ആരാണോ ഭക്തി ചെയ്യുന്നത് അവരുടെ സംഘത്തിൽ ചേരുമ്പോൾ നമുക്കും അത് ആ എനർജി പാസ് ചെയ്യും. നമുക്കും തോന്നും, നമുക്ക് നമ്മൾ എന്ത് സംസാരിക്കുന്നു അതല്ലേ കൂടുതൽ നമ്മളിലും പാസ് ചെയ്യും, നമുക്ക് അതിന്റെ ചിന്തകൾ വരും. അപ്പൊ ഈ സംഘത്തിലേക്ക് ചേരുക. അങ്ങനെ ഭക്തി ചെയ്ത് 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 പരിശുദ്ധമാവുമ്പോ, മനസ്സ് ശുദ്ധമാവുമ്പോ ഭഗവാൻ തെളിഞ്ഞിരിക്കും, ഭഗവാൻ വരും. ഭഗവാൻ വരാതിരിക്കാൻ പറ്റും? നമ്മൾ പ്യുവർ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്താ നോക്കൂ, ഇപ്പൊ വൈരം അല്ലെങ്കിൽ തങ്കം, ഇതിനൊക്കെ ഒരു വിലയുണ്ട്. ഈ വാല്യൂ കൊടുക്കുമ്പോഴേ നമുക്ക് കിട്ടുള്ളൂ. നമുക്ക് ഗോൾഡ് ജ്വല്ലറിയിൽ പോയിട്ട് എനിക്ക് ഡയമണ്ട് അൺകട്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ആയിട്ടുള്ള ഡയമണ്ട് വേണമെങ്കിൽ വി ഹാവ് ടു പേ, പൈസ കൊടുക്കണം, എന്നാലേ കിട്ടത്തുള്ളൂ. അതായത് നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ കൊടുക്കണം. ഇതേപോലെ ഭഗവാനെ ചെയ്യണമെങ്കിൽ നമ്മൾ അതിനുള്ള ശ്രദ്ധ, അറ്റൻഷൻ, ഭക്തി പരിശുദ്ധമായി എല്ലാം ചെയ്യണം. അപ്പോഴാണ് നമുക്ക് ഭഗവാൻ എന്നുള്ള രത്നം കിട്ടുക. അതിലും വലിയ രത്നമൊന്നും ഈ ലോകത്തില്ല, ഇതിനും പ്രഷ്യസ് ആയിട്ടുള്ളത് ഒന്നുമില്ല. ശ്രീഹരിദാസ് എന്തോ പവർ ഓഫ് ആയിട്ടോ, കുഞ്ചു ബിഹാരി ശ്രീഹരിദാസ്. അടുത്ത